ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. നമുക്ക് രണ്ട് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ, വൈ എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ, രണ്ടും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. അപ്പോൾ എക്സ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആയതുകൊണ്ട് എക്സിന് കുറേ ഡിസ്ക്രീറ്റ് വാല്യൂസ് എടുക്കും. ദാറ്റ് ഇറ്റ് മേ ടേക്ക് ഫൈനൈറ്റ് വാല്യൂസ് ഓർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. ഇവിടെ തൽക്കാലം ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് എക്സ് ടേക്സ് വാല്യൂസ് x1 x2 എക്സെട്ര xm വാല്യൂസ് ആണ് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ സ്വീകരിക്കുക. അതുപോലെ y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂ y1 y2 എക്സെട്ര yn ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ഒരു പെർട്ടിക്കുലർ എക്സ് ആവാനുള്ള പ്രോബബിലിറ്റി, അതിനെയാണ് നമ്മൾ പി ഓഫ് എക്സ് എന്ന് വിളിക്കുക, അല്ലെ? പി ഓഫ് എക്സ് എന്ന് വിളിക്കുക. അതുപോലെ ദിസ് റാൻഡം വേരിയബിൾ y, probability that this random variable y takes a particular value yi, അതിനെയാണ് നമ്മൾ പി ഓഫ് yi എന്ന് വിളിക്കുക. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് രണ്ട് റാൻഡം വേരിയബിൾ എക്സും വൈയും. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ xi ആവാനുള്ള ഏതെങ്കിലും ഒരു xi എടുക്കുകയും അതുപോലെ y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ സം yj ആവാനുള്ള ഒരു പ്രോബബിലിറ്റി. ഓക്കെ, ആൻഡ് ദാറ്റ് പ്രോബബിലിറ്റി ആണ് നമ്മൾ പി ഓഫ് xi yj എന്ന് എഴുതുക. ഓക്കെ, സോ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ടേക്സ് ദ വാല്യൂ xi ആൻഡ് y ടേക്സ് ദ വാല്യൂ yj. And this probability is called the joint probability mass function. ഇങ്ങനെ ഒരു പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയും. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഇത് ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആകണമെങ്കിൽ ഡെഫിനറ്റ്ലി രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, all such probabilities must be greater than or equal to 0, and second condition is the total probability is again 1. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സിഗ്മ എടുക്കേണ്ടി വരും, കാരണം എക്സിന്റെ വേരിയേഷൻസും ഉണ്ട് അതുപോലെ വൈയുടെ വേരിയേഷൻസും ഉണ്ട്. സോ സിഗ്മ ഓവർ ഐ, പി ഓഫ് എക്സ് ഐ മീൻസ് പി ഓഫ് x1 x2 എക്സെട്ര xm വരെ പോവാം. അതുപോലെ ജെ വേരി ചെയ്യുക, അതായത് y1 y2 എക്സെട്ര yn വരെ പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടൊരു സം എടുക്കണം, അതുപോലെ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു സം എടുക്കണം. അതുകൊണ്ടാണ് ഡബിൾ സമ്മേഷൻ വന്നിരിക്കുക. സോ വിച്ച് മീൻസ് ദാറ്റ് ദ ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1. ഓക്കെ, so total probability equal to 1 ആയിരിക്കും. ഓക്കെ, അതാണ് അതിന്റെ മീനിങ്. അപ്പോൾ ഇതിന്റെ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഈ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എഴുതാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ, പി ഓഫ്, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ എടുക്കുന്ന രണ്ട് വാല്യൂസ് എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, x1 ആൻഡ് x2. അപ്പോൾ y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ മൂന്ന് വാല്യൂസ് എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, y1 y2 ആൻഡ് y3. ഓക്കെ, y1 y2 y3 x1 x2. അപ്പോൾ നമുക്ക് ഇത്, അപ്പോൾ എക്സിന്റെ വാല്യൂ x1 ആവുകയും y1 ആവുകയും ചെയ്യുന്ന ഒരു പ്രോബിലിറ്റി ഉണ്ടോ, റൈറ്റ്? ആൻഡ് വി കോൾ ദാറ്റ് as p of x1 y1. ഇവിടെ ഒരു പ്രോബിലിറ്റി നമുക്ക് കിട്ടും, റൈറ്റ്? അതുപോലെ x1 ആവുകയും yയുടെ വാല്യൂ y2 ആവുകയും ചെയ്യുമ്പോൾ again we will get another probability, we call it as p of x1 y2. Similarly, when x is equal to x1 and y is equal to y3, there is a corresponding probability, we call it as p of x1 y3. Similarly, when x is equal to x2, y is equal to y1, you will get p of x2 y1, and then similarly p of x2 y2 and p of x3 y3. So actually this is something like matrix, right? അപ്പോൾ x1 x2 xന്റെ എത്ര പോസിബിലിറ്റീസ് ഉണ്ടോ അത് നേരെ താഴേക്ക് എഴുതുക, വൈയുടെ പോസിബിലിറ്റീസ് ഒക്കെ റൈറ്റ് സൈഡിലേക്ക് ഇടുക, എന്നിട്ട് ഇതിന്റെ കോമ്പിനേഷൻസ് വരുന്ന എല്ലാ പ്രോബബിലിറ്റീസും എഴുതുക. ഇതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ എഴുതിയിരിക്കുക. ഓക്കെ, ഇതാണ് ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഇപ്പൊ എക്സിന്റെ മാത്രം ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന്റെ മാത്രം ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ x1 ആവാനുള്ള പ്രോബബിലിറ്റി, വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ടേക്സ് ദ വാല്യൂ x1, ആ പ്രോബബിലിറ്റി മാത്രം കാണുമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ y കോർഡിനേറ്റിന്റെ പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ നമ്മൾ സം ചെയ്യും. ഓക്കെ, ആൻഡ് വി കോൾ ദാറ്റ് as ഈ, അപ്പോൾ എക്സിന്റെ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, പി എക്സ് ഓഫ് x1. അപ്പോൾ ഇത് x1ന്റെ മാത്രം പ്രോബബിലിറ്റി കിട്ടും ഇത്. അപ്പോൾ ഈ മൂന്ന് പ്രോബബിലിറ്റി കൂടെ നമ്മൾ സം ചെയ്താൽ മതി, റൈറ്റ്? ഇത് മൂന്നും കൂടെ സം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്: സിഗ്മ ഓവർ y കോർഡിനേറ്റുകൾ വെച്ചിട്ട് നമ്മൾ സം ചെയ്യണം. ഓക്കെ, പി ഓഫ് x1 y.
ഓക്കെ, അതായത് വിത്ത് റെസ്പെക്ട് ടു ദ കറസ്പോണ്ടിങ് y കോർഡിനേറ്റ്സ് വി സം റോ സം കാണുക, ഇതിന്റെ റോ സം കാണുക, അതാണ് പി എക്സ് ഓഫ് എക്സ് വൺ എന്ന് വിളിക്കുക. അതുപോലെ അടുത്തത് പി എക്സ് ഓഫ് എക്സ് ടു ആണ്, ആൻഡ് ദാറ്റ് ഇസ് സിഗ്മ ഓവർ വൈ പി എക്സ് ടു വൈ. ദാറ്റ് മീൻസ് സെക്കൻഡ് റോ സം, ഈ സെക്കൻഡ് റോയുടെ സം എടുക്കുക, അതിനെ പി എക്സ് ഓഫ് എക്സ് ടു എന്ന് വിളിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് കോളം സം കാണാം. കോളം സം എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ്, ഇവിടെ നമുക്ക് കിട്ടുന്നത് പി വൈ ഓഫ് വൈ വൺ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സിഗ്മ ഓവർ എക്സ്, എക്സ് കോർഡിനേറ്റ് വെച്ചിട്ട് സം ചെയ്യും, പി ഓഫ് എക്സ് വൈ വൺ എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈ രണ്ട് പ്രോബിലിറ്റി നമ്മൾ സം ചെയ്യും. ഇപ്പോൾ കോളം സം എടുക്കുമ്പോൾ പി വൈ ഓഫ് വൈ വൺ, സിമിലർലി വി ഒബ്റ്റെയിൻ ഓൾ ദി അതർ പ്രോബബിലിറ്റീസ്, പി വൈ ഓഫ് വൈ ടു ആൻഡ് പി വൈ ഓഫ് വൈ ത്രീ. ഓക്കെ, അപ്പോൾ ഇത് ഈ പറയുന്ന പി എക്സ് ഓഫ് എക്സ്, ആൻഡ് ദിസ് ഈസ് ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്. എക്സിന്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ തന്നിരിക്കുക. അതായത് പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൺ, വി ഹാവ് എ പ്രോബിലിറ്റി. പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഈക്വൽ ടു എക്സ് ടു, വി ഹാവ് എ പ്രോബിലിറ്റി. Similarly, probability that y is equal to y1, that is the probability of y here. y1 ന്റെ corresponding probability ഉണ്ടാവും, y2 ന്റെ probability ഉണ്ടാവും, y3 ക്കും probability ഉണ്ടാവും. You got it? So these two probabilities are called marginal distributions. Okay, അപ്പോൾ marginal distributions ആണ് നമ്മൾ വിളിക്കുക. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ്. അപ്പോൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് രണ്ടെണ്ണം ഉണ്ട്. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് എക്സ് ഉണ്ട്. ഓക്കെ, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് എക്സ് ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പി എക്സ് ഓഫ് എക്സ് എന്ന് പറയാം, പി എക്സ് ഓഫ് എക്സ്. ആൻഡ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ഇറ്റ് ഇസ് സിഗ്മ ഓവർ വൈ പി ഓഫ് എക്സ് വൈ. അതായത് റോ സം ആണ്. അതുപോലെ ഇതുപോലെ നമുക്ക് വൈയുടെ കണ്ടുപിടിക്കാം, ഓഫ് വൈ, ആൻഡ് ദാറ്റ് ഇസ് പി, വി കോൾ ഇറ്റ് as പി ക്യാപിറ്റൽ വൈ ഓഫ് സ്മോൾ വൈ, ആൻഡ് ദാറ്റ് ഇസ് സിഗ്മ ഓവർ എക്സ് പി എക്സ് വൈ. അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇതിന്റെ സം എടുക്കുക, അപ്പോൾ നമുക്ക് വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും കിട്ടുക. ആൻഡ് ദീസ് ആർ കോൾഡ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ്. ദ ഫസ്റ്റ് വൺ ബീയിങ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന് മെയിൻ ആയിട്ട് നമ്മൾ അറിയാനുള്ളത്. അതായത് എക്സും വൈയും രണ്ട് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ അതിന്റെ ജോയിൻ പ്രോബബിലിറ്റി റൈറ്റ് ആസ് എ മെട്രിക്സ്. ഓക്കെ, അതിന്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസും കണ്ടുപിടിക്കാം. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ജോയിൻ ഡിസ്ട്രിബ്യൂഷനകത്തുള്ള കുറേ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാണ്. ഓക്കെ, ആ റിസൾട്ടുകളാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. ഇപ്പോൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് രണ്ടും നമ്മളിവിടെ എഴുതി. ഓക്കെ, നെക്സ്റ്റ് സം റിസൾട്ട്സ്. Okay, see, this is the first one. X and y are independent if x ഉം y ഉം രണ്ട് ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആയിട്ട് കണ്ടീഷൻ ഉണ്ട്. ഇതാണ് കണ്ടീഷൻ, p of xy equal to px of x times py of y. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ടേബിളിലേക്ക് നോക്കുക, ഈ പ്രോബിലിറ്റി ഉണ്ടല്ലോ പി എക്സ് വൺ വൈ വൺ. ഈ പി എക്സ് വൺ വൈ വൺ എന്ന് പറയുന്നത് ഇതിന്റെ കറസ്പോണ്ടിങ് ഇവിടെ ഒരു പ്രോബിലിറ്റി ഉണ്ടാവും, പി എക്സ് എക്സ് വണ്ണിന്റെയും പി വൈ വൈ വണ്ണിന്റെയും പ്രോഡക്റ്റ് ആണെങ്കിൽ. ഓക്കെ, ഇതിന്റെയും പ്രോഡക്റ്റ് ആണ് ഈ തന്നിരിക്കുന്നതെങ്കിൽ അതുപോലെ എല്ലാം നോക്കണം. ഇപ്പൊ ഈ ഇതെന്ന് പറയുന്നത് ദിസ് വൺ ഹാസ് ടു ബി പ്രോഡക്റ്റ് ഓഫ് പി വൈ ഓഫ് വൈ ടു ആൻഡ് പി എക്സ് ഓഫ് എക്സ് ടു. ഓക്കെ, ആൻഡ് ദിസ് വൺ ഹാസ് ടു ബി ദ പ്രോഡക്റ്റ് ഓഫ് പി വൈ ഓഫ് വൈ ത്രീ ആൻഡ് പി എക്സ് ഓഫ് എക്സ് ടു. This one has to be the product of py of y3 and px of x1. അപ്പോൾ അങ്ങനെ ഇതെല്ലാം സാറ്റിസ്ഫൈ ആണെങ്കിൽ we say that x and y are independent random variables. Okay, അപ്പോൾ ഇൻഡിപെൻഡന്റ് ആണോ ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് is second one, how to find the expectation of x. Expectation of x കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്, that is sigma x times marginal distribution of x. Okay, px of x ഓൾറെഡി നമുക്ക് കിട്ടി, അപ്പോൾ ഇതാണ് ഫോർമുല, sigma over x, x px of x. ഇതുപോലെ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം, that is sigma x square px of x over x. Okay, similarly we can find expectation of y as sigma over y, y times the marginal distribution of y. Okay, and the same way we can find the expectation of y square as sigma over y, y square dy of y. Okay, ഇതിന്റെ എക്സ്പെക്ടേഷൻ ഫോം നമ്മൾ കണ്ടതാണ്.
ഇത് ജോയിന്റ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുമ്പോൾ എക്സിന്റെ വൈയുടെ സെപ്പറേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും, ഈ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ, അത് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് വാട്ട് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ടൈംസ് വൈ ടൈംസ് ടി ഓഫ് എക്സ് വൈ. ഇതാണ്. അപ്പോൾ ഡബിൾ സിഗ്മ വരും, സിഗ്മ ഓവർ എക്സ് ആൻഡ് സിഗ്മ ഓവർ വൈ. ഓക്കെ, അതായത് ഓരോ എക്സും വൈയും അതിന്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, മറ്റു സമ്മതിക്കാം. അതായത് ഇപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണാനാണെങ്കിൽ x1 ടൈംസ് ഇറ്റ്സ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ പ്ലസ് x2 ടൈംസ് ഇറ്റ്സ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോബിലിറ്റി. അപ്പോൾ അത് സം ചെയ്താൽ മതി. അതുപോലെ y ആണെങ്കിൽ y1 ടൈംസ് ദിസ് വൺ, y2 ടൈംസ് ദിസ് വൺ, y3 ടൈംസ് ദിസ് വൺ ആഡ് ചെയ്താൽ മതി. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ കാണണമെങ്കിൽ x1 ടൈംസ് y1 ടൈംസ് ഇറ്റ്സ് പ്രോബിലിറ്റി പ്ലസ് x2 ടൈംസ് y2 ടൈംസ് ഇറ്റ്സ് പ്രോബിലിറ്റി പ്ലസ് x1 ടൈംസ് y3 ടൈംസ് ഇറ്റ്സ് പ്രോബിലിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം കൂടെ ഈ 3 കോമ്പിനേഷൻസ് വെച്ചുള്ളതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ് കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്നാണ് പറയുന്നത്. കോവേരിയൻസ് ഓഫ് എക്സ് വൈ, കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഫോർമുല ഇതാണ്: എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ മൈനസ് ഇ ഓഫ് എക്സ് ടൈംസ് ഇ ഓഫ് വൈ. ഓക്കെ, അപ്പോൾ ഈ ഇ ഓഫ് അതുപോലെ വേരിയൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയറിന്റെ ഫോർമുല നമുക്കറിയാം. സിഗ്മ എക്സ് ആണ് വേരിയൻസ്, വേരിയൻസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് നമ്മൾ ഓൾറെഡി കണ്ട ഫോർമുലയാണ്, ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. റൈറ്റ്, നമ്മൾ നേരത്തെ കണ്ട ഫോർമുലയാണ്. അതുപോലെ തന്നെ വൈയുടെ കണ്ടുപിടിക്കാം. ഓക്കെ, ആൻഡ് യൂസിങ് ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ദി കോറിലേഷൻ കോഎഫിഷ്യന്റ്. നമ്മൾ റോ എന്നാണ് വിളിക്കുക, റോ കോറിലേഷൻ കോഎഫിഷ്യന്റ്, and that is nothing but covariance of xy by sigma x times sigma y. Okay, അപ്പോൾ സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കുന്ന പോലെ സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ കോവേരിയൻസ് കിട്ടി, സിഗ്മ എക്സും സിഗ്മ വൈയും കിട്ടി. ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദി കോറിലേഷൻ കോഎഫിഷ്യന്റ്. റോ ഈസ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും റിസൾട്ടുകളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. എല്ലാം വളരെ സിമ്പിൾ റിസൾട്ടുകളാണ്. ആൻഡ് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ പ്രോബ്ലം ചെയ്യാന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ എ പ്രോബ്ലം. റൈറ്റ്, ഇതാണ് പ്രോബ്ലം. The instructor has given a short quiz consisting of 2 parts. Okay, for a randomly selected student, let x be the number of points earned on the first part. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 2 പാർട്സ് ഉണ്ട്. അപ്പോൾ x is the number of points earned in the first part and y is the number of points earned in the second part. Okay, and the joint PMF, probability mass function, is given of x and y. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. Okay, so x ന്റെ പോസിബിൾ വാല്യൂസ് ഇതാണ് 0, 5 and 10, and y യുടെ പോസിബിൾ വാല്യൂസ് 0, 5, 10 and 15 ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് we need to find the marginal distribution, e of x, e of y and e of xy, then covariance of xy, all these quantities. Okay, നമുക്ക് കണ്ടുപിടിക്കണം. And finally we have a probability also, p of x less than or equal to 5 and y greater than or equal to 10. ഇങ്ങനെ ഒരു പ്രോബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. റൈറ്റ്, now to find the distribution of x, the marginal distribution of x എന്ന് പറയുന്നത് px of x ആണ്, px of x. And to obtain that, just add all these values. റോ സമ്മ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മളത് റോ സമ്മ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുക 0.20, right? 0.20 എന്ന് കിട്ടും. And here we get 9 0.49, and when you add all these quantities you will get 0.31. Okay, അതുപോലെ ഇവിടെ നമുക്ക് കിട്ടുക മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y ആണ്, py of y. ജസ്റ്റ് കോളം സം എടുത്താൽ മതിയോ. ആൻഡ് ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 0.07, 0.36 and 0.36 again and 0.21. Okay, so these are the marginal distributions. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ്. അപ്പോൾ so first one, marginal distribution. രണ്ടെണ്ണം ഉണ്ടാവും, എക്സിന്റെ ഉണ്ടാവും x of x, അതുപോലെ വൈയുടെ ഉണ്ടാവും. റൈറ്റ്,
അപ്പോൾ എക്സിൻ്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എക്സിൻ്റെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് 0, 5 and 10 ആണ്. Okay, and corresponding probability is 0.2, 0.49, 0.31. Similarly, you can write the marginal distribution of y as well. This is y and py of y. The values of y are 0, 5, 10 and 15. Corresponding probabilities 0.07, 0.36, 0.36 and 0.21. Okay, we know that the total probability is 1. Okay, അപ്പോൾ ഇതെല്ലാം റോ സം ആണല്ലോ, ഇതെല്ലാം റോ സം എടുത്തിരിക്കുകയാണ്. റോ സമ്മുകളുടെ സമ്മിൽ എടുത്താൽ യു വിൽ ഗെറ്റ് 1. അതുപോലെ തന്നെ ഇതെല്ലാം കോളം സം എടുത്തിരിക്കുന്നതാണ് ഈ കാണും. ഇതിൻ്റെ എല്ലാം കൂടെ സം എടുത്താലും യു വിൽ ഗെറ്റ് 1. ടോട്ടൽ പ്രോബിലിറ്റി ഈസ് ഓൾവേസ് 1. ഓക്കെ, സോ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കണ്ടുപിടിച്ചു എക്സിൻ്റെയും വൈയുടെയും. അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് എക്സ്പെക്ടേഷൻ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഒക്കെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വൺ, ഹൗ ടു ഫൈൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്കറിയാം. ഇപ്പോൾ ഈ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സിലേക്ക് നോക്കിയാൽ മതിയോ. ഇത് 0 times 0.2. Okay, formula ഇതാണ് സിഗ്മ എക്സ് ടൈംസ് പി എക്സ് ഓഫ് എക്സ്. ഓക്കെ, സോ 0 times 0.2 പ്ലസ് 5 times 0.49 പ്ലസ് 10 times 0.31. Okay, and use your calculator, you can find it out like 5.25 എന്ന് കിട്ടും. ഇതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ഇതുപോലെ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് വൈ കണ്ടുപിടിക്കാം. y എന്ന് പറയുന്നത് 0 times 0.07 plus 5 times 0.36 plus 10 times 0.36 plus 15 times 0.21. Okay, that simplifies to calculator കണ്ടുപിടിച്ചാൽ മതി 8.55 ഇങ്ങനെ കിട്ടും. ഓക്കെ, അതുപോലെ ഇ ഓഫ് എക്സ് സ്ക്വയർ. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് ആണ് നമുക്ക് കിട്ടുക. സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ്, ദാറ്റ് ഇസ് എക്സിൻ്റെ സ്ക്വയർ 0 സ്ക്വയർ ടൈംസ് ഇറ്റ്സ് പ്രോബബിലിറ്റി പ്ലസ് 5 സ്ക്വയർ ടൈംസ് ഇറ്റ്സ് പ്രോബബിലിറ്റി പ്ലസ് 10 സ്ക്വയർ ടൈംസ് ഇറ്റ്സ് പ്രോബബിലിറ്റി. അഗെയിൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. ഇത് ചെയ്യുമ്പോൾ വലിയ വാല്യൂ കിട്ടുക 43.25 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും ഇ ഓഫ് എക്സ് സ്ക്വയർ. അതുപോലെ ഇ ഓഫ് വൈ സ്ക്വയർ കണ്ടുപിടിക്കാം. ഇ ഓഫ് വൈ സ്ക്വയർ ഫോർമുല ഇതാണ് സിഗ്മ വൈ സ്ക്വയർ പി വൈ ഓഫ് വൈ. റൈറ്റ്, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക 0 സ്ക്വയർ ടൈംസ് ഇറ്റ്സ് പ്രോബബിലിറ്റി 0.07 പ്ലസ് 5 സ്ക്വയർ ടൈംസ് ഇറ്റ്സ് പ്രോബബിലിറ്റി 0.36 പ്ലസ് 10 സ്ക്വയർ ടൈംസ് ഇറ്റ്സ് പ്രോബബിലിറ്റി 0.36 പ്ലസ് 15 സ്ക്വയർ ടൈംസ് ഇറ്റ്സ് പ്രോബബിലിറ്റി 0.21. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 92.25 എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ. അടുത്തത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്ന് വെച്ചാൽ സിഗ്മ എക്സും വൈയും അതിൻ്റെ പ്രോബബിലിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. റൈറ്റ്, ഐ വിൽ റൈറ്റ് ഓൺലി 1 or 2 times here. Look at the table. 0 times 0.02 അങ്ങനെ കംപ്ലീറ്റ് ടേമുകൾ നമ്മൾ എഴുതണം. 0 times 0.02 plus, I'll write just one more time, 0 times 5 times 0.06, 0 times 5 times 0.06 second time. അങ്ങനെ മൊത്തം എത്ര ടൈം വരും? 4 plus 4 plus 4 മൊത്തം 12 ടൈം വരും. ആൻഡ് ലാസ്റ്റ് ടൈം ഈസ് ഗോയിങ് ടു ബി 10 plus 15 10 times 15 times 0.01. Okay, etc. plus 10 times 15 times 0.01. ഇതാണ് കിട്ടുക. ഇത് കംപ്ലീറ്റ് കാൽക്കുലേറ്ററിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ കിട്ടുമ്പോൾ 44.25 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുന്ന എല്ലാ വാല്യൂസ് നമുക്കായി. ഇനി നമുക്ക് ഓരോന്നും വേരിയൻസ് കണ്ടുപിടിച്ചാൽ മതിയാവും. സോ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു ഫോർമുല ഇതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതൊക്കെ ഈ രണ്ട് വാല്യൂസും ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. The expectation of x square is 43.25 and expectation of x is 5.25. Okay, അപ്പോൾ വേരിയൻസ് എന്ന് പറയുന്നത് when you simplify this one, this is what you will get 12.4475 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ വേരിയൻസ് ഓഫ് y, I am not going to write. Okay, the formula is expectation of y square minus
expectation of y the whole square. Okay, 92.25 minus expectation of y 8.55 the whole square എന്ന് കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 19.1475 എന്ന് കിട്ടും. യൂസ് കാൽക്കുലേറ്റർ. ഓക്കെ, therefore variance of x എന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് x. സിഗ്മ x എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ദാറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് x. ഓക്കെ, അപ്പോൾ 12.4475 ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വിൽ ഗെറ്റ് 3.5281. Similarly, variance of y is equal to standard deviation of y, square root of variance of y, that is square root of 19.1475, which is equal to 4.3758, right? Okay, and okay, അപ്പോൾ വേരിയൻസ് കിട്ടി. നെക്സ്റ്റ് ഇസ് കോവേരിയൻസ്. So covariance of xy is equal to e of xy minus expectation of x times expectation of y ആണ്. അപ്പോൾ e of xy നമുക്ക് കിട്ടിയത് 44.25 minus expectation of x is 5.25 and expectation of y is 8.55. Okay, calculate ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ I think this is a negative quantity, negative 3.2025 ഇങ്ങനെയാണ് കിട്ടുക. Okay, and finally correlation coefficient. Correlation coefficient rho is equal to covariance of xy by standard deviation of x times standard deviation of y. Covariance of xy is minus 3.2025 divided by standard deviation of x is 3.5281 times standard deviation of y 4.3758. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് 0.20744 എന്ന് കിട്ടും. ഇതാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഇതിനകത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് ഫോർമുല വെച്ചിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലേ, ഇതൊന്നും പ്രശ്നമല്ല. ആൻഡ് ഫൈനലി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിരുന്നു. ഇതാണ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അത് ഞാൻ ഇവിടെ ചെയ്യാം. ടേബിളിൻ്റെ ആവശ്യമുണ്ട്. സോ 7 P of x less than or equal to 5 and y greater than or equal to 10. Okay, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5ൽ കുറവാണ്. അതായത് എക്സ് ക്യാൻ ടേക്ക് ബോത്ത് 0 and 5 and y should be greater than or equal to 10. y should take value 10 and 15. അപ്പോൾ ഇത് രണ്ടിനും കൂടി കോമൺ ആയിട്ട് വരുന്ന പ്രോബബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ 5ഉം അതിൽ കുറവും 10ഉം അതിൽ കൂടുതലും വരുന്ന ഈ 4 പ്രോബബിലിറ്റീസ് ആണ് നമുക്ക് ഉണ്ടാവുക. ഈ 4 കോമ്പിനേഷൻസ് ആണ് നമുക്ക് കിട്ടുക. ദാറ്റ് ഇസ് P of 1 5 വരാം, 10 വരാം, പ്ലസ് P of 5 15 വരാം, പ്ലസ് then P of 0 10 വരാം, പ്ലസ് P of 0 15 വരാം. ഓക്കെ, അപ്പോൾ ഈ 4 പ്രോബബിലിറ്റി ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഐഡന്റിഫൈ വിച്ച് ആർ ദ പ്രോബബിലിറ്റീസ് ടു ബി ആഡഡ്. കൃത്യമായിട്ട് ഇതിനനുസരിച്ചിട്ടുള്ള എന്താ പറയുക ലൊക്കേഷൻസ് കണ്ടുപിടിക്കുക. ദെൻ ആഡ് ഓൾ ദോസ് പ്രോബബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും 0.02 പ്ലസ് 0.10 പ്ലസ് 0.20 പ്ലസ് 0.10. ഓക്കെ, അപ്പോൾ ഈ 4 പ്രോബബിലിറ്റീസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ആൻസർ. സോ 2.42 is the required probability.